നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ആർക്കായിരിക്കും ഇത്തവണത്തെ ബാലൻ ഡിയോർ എന്നുള്ളത് ആരാധകർ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ്. കാരണം ഇത്തവണ ക്ലബ് ഫുട്ബോൾ മാത്രമല്ല, കോണ്ടിനെന്റൽ ടൂർണമെന്റുകൾ നടന്നതുകൊണ്ട് അന്താരാഷ്ട്ര ഫുട്ബോളിലെ പ്രകടനങ്ങൾ കൂടി എന്തായാലും വലിയ രൂപത്തിൽ ബാലൻ ഡിയോർ പുരസ്കാരത്തെ സ്വാധീനിക്കും. ഒക്ടോബർ 28-നാണ് ബാലൻ ഡിയോർ പുരസ്കാരം സമ്മാനിക്കുന്നതെന്ന് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. സെപ്റ്റംബർ 4-ന് അതിന് നോമിനേഷൻ ലിസ്റ്റ് പുറത്തു വരികയും ചെയ്യും. നോമിനേഷൻ ലിസ്റ്റിൽ ഉറപ്പായിട്ടും ഇടം പിടിക്കാൻ പോകുന്ന ഒരു പേര് ലൗറ്ററോ മാർട്ടിനസിൻ്റെതാണ്. ലൗറ്ററോക്ക് എന്തുകൊണ്ട് ബാലൻ ഡിയോർ കൊടുക്കണം? ബാലൻ ഡിയോറിന് എന്തുകൊണ്ട് അദ്ദേഹം അർഹനാവുന്നു? അർജന്റീൻ മാധ്യമം TYC സ്പോർട്സ് ഇതുമായി ബന്ധപ്പെട്ടൊരു വിശകലനം നടത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ വിനിക്കെതിരെ ലോബിയിങ് നടക്കുന്നുവോ യൂറോപ്പിൽ എന്ന തരത്തിൽ ബ്രസീലിയൻ ഫുട്ബോൾ മാധ്യമം നടത്തിയിട്ടുള്ള ഒരു നിരീക്ഷണം പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ അർജന്റീൻ മാധ്യമം ഇപ്പോൾ ലൗറ്ററോ മാർട്ടീനസ് ബാലൻ ഡിയോർ ഈ തവണ വിൻ ചെയ്യാൻ ഒരു കാൻഡിഡേറ്റ് തന്നെയാണ്, എന്തുകൊണ്ട് അദ്ദേഹം ബാലൻ ഡിയോർ അർഹിക്കുന്നു എന്നതൊന്ന് വിശകലനം നടത്തിയിട്ടുണ്ട്. അതിലവർ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം, കോപ്പ അമേരിക്കയിൽ അദ്ദേഹം ടോപ്പ് സ്കോറർ ആണ്. കൂടാതെ മറ്റ് 2 കിരീടങ്ങൾ അദ്ദേഹം ക്ലബിനോടൊപ്പം നേടിയിട്ടുണ്ട്. ആ 2 കോമ്പറ്റീഷനുകളിലും അദ്ദേഹം ടോപ്പ് സ്കോററായിരുന്നു. ഒന്ന് സീരിയ കിരീടമാണ്, മറ്റൊന്ന് ഇറ്റാലിയൻ സൂപ്പർ കപ്പാണ്. സോ ഇന്ററിനോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനം കൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ ലൗറ്ററോ തീർച്ചയായിട്ടും ഇത്തവണത്തെ ബാലൻ ഡിയോറിൽ ഒരു കണ്ടൻഡർ തന്നെയാണ് എന്നതിൽ സംശയമില്ല. അതാണ് ഇപ്പോൾ അർജന്റീൻ ഫുട്ബോൾ അർജന്റീൻ മാധ്യമം ഇങ്ങനൊരു നിരീക്ഷണത്തിലേക്ക് പോകുന്നു. നമ്മളതിലേക്ക് അവരുടെ ആ ലേഖനത്തിലേക്ക് കൂടുതൽ വിശദമായിട്ട് പോവുകയാണ്. ലൗറ്ററോ മാർട്ടീനസ് വേൾഡ് കപ്പിന് ശേഷമുള്ള അർജന്റീനയുടെ ഏറ്റവും വലിയ സന്തോഷം സമ്മാനിച്ചത് കൊളംബിയക്കെതിരെയുള്ള ഫൈനലിൽ ഗോൾ അടിച്ചുകൊണ്ടാണ്. അദ്ദേഹം ഈ ടൂർണമെന്റിൽ മികച്ച പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് അർജന്റീൻ ദേശീയ ടീമിനോടൊപ്പമുള്ള ഒരു ഗോൾ ഡ്രൗട്ട് അദ്ദേഹത്തിന് സംഭവിച്ചു. അതിനെക്കുറിച്ച് വലിയ ക്രിറ്റിസിസങ്ങൾ വന്നുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്ടിംഗ് 11-ലെ പൊസിഷൻ ഹൂലിയൻ ആൽവേരസിന് കൈമാറ്റം ചെയ്യപ്പെട്ടു. അങ്ങനെയൊക്കെയുള്ള ഘട്ടത്തിലാണ് യൂറോപ്പിൽ പൊളിച്ചടുക്കിയ താരം കോപ്പ അമേരിക്കയ്ക്ക് എത്തുന്നതും അവിടെ ടോപ്പ് സ്കോററായിട്ട് മാറുന്നതും. ആകെ പെറുവിനെതിരെയും ഇക്വഡോറിനെതിരെയും മാത്രമാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് എന്ന കാര്യം കൂടി ഓർക്കുക. എന്നിട്ടും അദ്ദേഹം തന്നെയായിരുന്നു ടോപ്പ് സ്കോറർ. ഈ വർഷം നോക്കുമ്പോൾ അദ്ദേഹം ഡിസിസീവായിട്ടുള്ള ഗോളുകൾ പലതവണ അടിച്ചിട്ടുണ്ട്. അത് അർജന്റീൻ ദേശീയ ടീമിന് വേണ്ടി മാത്രമല്ല, ഇറ്റാലിയൻ സീരിയയിലും അതുപോലെ തന്നെ സൂപ്പർ കപ്പിലും അടക്കം അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സോ അദ്ദേഹത്തിന് ഇത്തവണ നല്ല സാധ്യത ബാലൻ ഡിയോറിനുണ്ട്. ബാലൻ ഡിയോർ ഒക്ടോബർ 28-ന് കൊടുക്കുമ്പോൾ കോമ്പറ്റീഷനുണ്ട് ലൗറ്ററോക്ക്, സംശയമില്ല. ഒന്ന് ജൂഡ് ബെല്ലിംഗാമിൽ നിന്നാണ്. റയൽ മാഡ്രിഡ് കിരീടം ചൂടുമ്പോൾ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുണ്ട്. യൂറോ കപ്പിൽ അദ്ദേഹത്തിൻ്റെ ടീം ഫൈനലിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന് ബ്രസീലിയൻ വിങ്ങറായിട്ടുള്ള വിനി ജൂനിയർ ആണ്. വിനി ജൂനിയർ റയൽ മാഡ്രിഡിൻ്റെ കിരീട നേട്ടങ്ങളിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കോപ്പ അമേരിക്കയിൽ വളരെ വീക്കായിട്ടുള്ള പ്രകടനമായിരുന്നു എന്നതുകൂടി TYC സ്പോർട്സ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ദെൻ റോഡ്രിയുടെ പേരും അവർ പറയുന്നുണ്ട്. മാഞ്ചസ്റ്റർ സിറ്റിയുടെ താരം സിറ്റിക്ക് വേണ്ടിയിട്ടും സ്പെയിനിന് വേണ്ടിയിട്ടും മികച്ച പ്രകടനം നടത്തി. സ്പെയിനൊപ്പം കോണ്ടിനെന്റൽ കപ്പിൽ മുത്തമിടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ വെല്ലുവിളി ഉണ്ടാകാം. എന്നാൽ പോലും ലൗറ്ററോ ഒരു വലിയ കാൻഡിഡേറ്റ് തന്നെയാണ്, കണ്ടൻഡർ തന്നെയാണ് ഇത്തവണത്തെ ബാലൻ ഡിയോറിന് എന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അതോടൊപ്പം ദിബു മാർട്ടിനസിൻ്റെ പേര് പോലും അവർ ഉയർത്തി പറയുന്നുണ്ട്. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ മികച്ച പ്രകടനം നടത്തിയതും ആസ്റ്റൺ വില്ലയ്ക്ക് വേണ്ടി എല്ലാ വീക്കെൻഡുകളിലും ഇതുപോലുള്ള പ്രകടനം നടത്തുന്നുണ്ടെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ലവിയാഷിന് ശേഷമുള്ള ഒരു ബാലൻ ഡിയോർ നേടുന്ന ഗോൾ കീപ്പറായിട്ട് ദിബു വന്നാൽ അത് വലിയ കാര്യമായിരിക്കും എന്നുവരെ അവരുടെ നിരീക്ഷണത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. കഴിഞ്ഞില്ല. ഇനി വീണ്ടും ലൗറ്ററോയുടെ കാര്യത്തിലേക്ക്. ലൗറ്ററോയോട് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന മറ്റ് താരങ്ങൾ യൂറോപ്യൻ കോണ്ടിനെന്റിലെ 3 ടോപ്പ് സ്കോറേഴ്സാണ്. ഒന്ന് ഏർലിംഗ് ഹാലൻഡ്, കിലിയൻ എംബാപ്പെ, ഹാരി കെയ്ൻ. ഇതിൽ ഹാലൻഡ് യൂറോ കപ്പ് കളിച്ചിട്ടില്ല. കെയ്ന് യൂറോ കപ്പിൽ 3 ഗോളുകൾ നേടിയെങ്കിലും മികച്ചൊരു പെർഫോമൻസ് ആയിരുന്നില്ലെന്നും അവർ പറയുന്നു. ദെൻ എംബാപ്പെ യൂറോ കപ്പിൽ ആകെ ഒരേ ഒരു ഗോൾ മാത്രമേ നേടിയിട്ടുള്ളൂ. അതേസമയം മാർട്ടിനസ് ആവട്ടെ അദ്ദേഹത്തിൻ്റെ കോണ്ടിനെന്റിലെ ടൂർണമെന്റിൽ ടോപ്പ് സ്കോറർ ആവുകയും ചെയ്തു. 2023 ലിയോ മെസ്സിയാണ് ബാലൻ ഡിയോർ സ്വന്തമാക്കിയതെങ്കിൽ അതൊരിക്കൽ കൂടി ആവർത്തിക്കുമോ ലൗറ്ററോ മാർട്ടിനസിലൂടെ അർജന്റീൻ ഫുട്ബോൾ എന്ന ചോദ്യത്തോടു കൂടിയാണ് അവരിത് അവസാനിപ്പിക്കുന്നത്. എന്തായാലും ലൗറ്ററോ മാർട്ടിനസിന്
ബാലൻ ഡ്യൂറിന് നല്ല സാധ്യതയുണ്ട് എന്ന് തന്നെ അർജന്റീനക്കാർ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് എത്താം.